തുടങ്ങാല്ലേ? അനിൽകുമാർ, ഹരിഹരന്റെ വീടിന് നേർക്ക് ബോംബേർ ഉണ്ടായിരിക്കുന്നു, അതിന് പിന്നിൽ CPM എന്ന് അദ്ദേഹം സംശയിക്കുന്നു. എന്താ നടന്നത് അവിടെ? വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോടാ? പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തിലെ ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്ത അധമ വർത്തമാനം. ഓ, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടല്ല. ഏറ്റവും വൃത്തികെട്ടൊരു മനുഷ്യന്റെ ശബ്ദം എന്റെ ചെവി കേൾപ്പിച്ചതിന് ഞാൻ ആദ്യമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. നീ പാർട്ടിയിലെ ഒരു നേതാവിന്റെ വീടിന് നേർക്ക് ബോംബേർ ഉണ്ടാകുമ്പോൾ അതിൽ CPM-നെതിരെ അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനുള്ള മറുപടി താങ്കൾക്ക് നൽകാമെന്നേ. എനിക്ക് ബാധ്യതയില്ല. താങ്കൾക്ക് മറുപടി നൽകാമെന്നേ. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോ യുവമാരെങ്കിലും തട്ടും, എന്നിട്ട് ആരെങ്കിലും തല വെച്ച് കെട്ടും. നൽകുന്നില്ലെങ്കിൽ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ വിഷയം ഇപ്പോൾ എടുക്കേണ്ട എന്ന് താങ്കൾക്ക് പറയാൻ യാതൊരു റൈറ്റും ഇല്ല. നിങ്ങൾക്കൊരു നാണം വേണ്ടേ? നിങ്ങൾ നാണമുള്ളൊരു സ്ത്രീയാണോ? നിങ്ങൾ നല്ല പ്രയോഗം. കൊള്ളാം, നല്ല സംസാരം. സ്ത്രീ ലംബടനായ മനുഷ്യരോട് നിങ്ങൾ ചോദിച്ച ചോദ്യം. ഒരു മിനിറ്റ് ഈ രൂപത്തിലുള്ള ചർച്ചയിൽ സംസാരിക്കാൻ പറ്റില്ല. ശ്രീ അനിൽകുമാർ, താങ്കൾക്ക് ഈ ചർച്ച ഈ രൂപത്തിൽ സംസാരിക്കാൻ പറ്റില്ല. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താങ്കൾക്ക് നേരിട്ട് പറയാം. ഈ നീ നല്ല ചുട്ട മറുപടി കൊടുത്തോടാ. ചർച്ചയിൽ ഈ അസത്യവാചകൾ പ്രയോഗിക്കാൻ പറ്റില്ല. ഇല്ല, അതൊക്കെ താങ്കൾ എവിടെയെങ്കിലും തെളിയിച്ചോളൂ. ഇവിടെ പറയാൻ പറ്റില്ല. എന്തിനാണ് ജയിലിൽ കിടന്നത്? പി. മോഹൻ എന്തിനാണ് ജയിലിൽ കിടന്നത്? ജയിലിൽ കിടക്കുന്നതിന് ഉത്തരം പറ. എന്തിനായിരുന്നു ജയിലിൽ കിടന്നത്? ഞാനത് ചോദിക്കരുതായിരുന്നു. എന്തിനായിരുന്നു ജയിലിൽ കിടന്നത്? താങ്കൾ പറയൂ. സ്വാതന്ത്ര്യ സമരത്തിലാണോ? അതാണ് പറഞ്ഞത്. കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീലമ്പടനായ ഒരു മനുഷ്യനോട്. അയക്കെന്താ പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഈ ചർച്ചയിൽ ഇങ്ങനെ ബാക്കിയുള്ളവരെ പറ്റി അധിക്ഷേപം പറയാനുള്ള ചർച്ചയില്ല. ഇത് മ്യൂട്ട് ചെയ്തേക്കാം. ശ്രീ അനിൽകുമാർ, ഇത്തരം വാചകങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. പോടാ എന്റെ മുമ്പ് കേറി പോടാ അലവലാതി.